വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ രാപകൽ സമരം 23-ാം ദിവസത്തിലേക്കാണ്. സമരക്കാർക്കെതിരെ CITU നേതൃത്വം നടത്തുന്ന കടുത്ത വിമർശനം തുടരുകയും ചെയ്യുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വരവുമായി ബന്ധപ്പെട്ട CITU നേതാവ് ഗോപിനാഥ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും സമരസമിതി വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, 23 ദിവസമാകുന്നു ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയിട്ട്. പക്ഷേ ഇനിയും ഇതിനോട് ഒരു അനുഭാവപൂർണ്ണമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പകരം കടുത്ത മറ്റ് നടപടികളുടെ ഇവരെ സമരവീര്യം തകർക്കാനുള്ള നടപടികൾക്കടക്കം സർക്കാർ കഴിയുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സഭയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്യും. എന്താണ് വിവരങ്ങൾ? ആശാ വർക്കർമാരുടെ സമരമാണ് 23-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സ്ത്രീകൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ആരോഗ്യ മേഖലയിൽ, സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വളരെ പങ്കുവഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയണം. അവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 23 ദിവസമൊക്കെ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം തുടർന്നു പോവുകയും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പരിഗണന പോലും നൽകാതിരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് സമൂഹത്തിലും അതുപോലെ തന്നെ സംഘടനകൾക്കിടയിലും ഇവരുടെ പിന്തുണ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണവും പ്രധാനമായും അവർക്ക് നൽകേണ്ട പരിഗണന സർക്കാർ നൽകുക തന്നെ വേണം എന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് ഉയർന്നു വരുന്നത്. വിവിധ സംഘടനകളുടെയും നേതൃത്വങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇവർക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തുന്നുണ്ട്. ആ പിന്തുണയൊക്കെയും മാറ്റിക്കളയുന്നതിന്, അല്ലെങ്കിൽ ആ പിന്തുണ ഇല്ലാതാക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനെതിരെ CITU നേതൃത്വം ശക്തമായി രംഗത്തെത്തുകയും CITU ആശാ വർക്കർമാരുടെ സമരത്തിൽ കഴിഞ്ഞ ദിവസം വളരെ അധിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ അധിക്ഷേപങ്ങൾക്കൊക്കെയും നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറെടുപ്പിലാണ് ഇവിടെ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സമരവേദിയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CITU നേതാവ് ഗോപിനാഥ് നടത്തിയ പരാമർശമുണ്ട്. ആ പരാമർശത്തിൽ കടുത്ത അമർഷമാണ് ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്താണ്, നിയമ നടപടിയിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങൾ? അതെ, ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്ത് നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പരാമർശമാണ് CITU നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആശമാർക്കും, ഇന്നലെ പങ്കെടുത്തവർക്ക് മാത്രമല്ല, CITU ഉൾപ്പെടെയുള്ള സംഘടനകളിലെ ആളുകൾക്കും അതിൽ അമർഷമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൻ്റെ തുടർ നടപടികൾ സംഘടന ആലോചിച്ച് തീരുമാനിക്കും. വളരെ വിവിധ തലങ്ങളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സമരത്തെ ആക്ഷേപിക്കുന്നതിനും അടിച്ചമർത്തുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. 23 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം. അത് ആത്മവിശ്വാസമാണ്. എങ്ങനെയാണ് കർഷകർ അത് ചർച്ചയ്ക്ക് വിളിക്കുന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസമുണ്ടോ? ഞങ്ങൾ കരുതുന്ന ഈ അധിക്ഷേപങ്ങളൊക്കെ വരുന്നത് ഒരു പരാജയ ഭീതിയിൽ നിന്നാണ്. ഗവൺമെൻറ്റിന് ഈ സമരം അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ വേണ്ടി പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവരെ ഒന്ന് ഡിമോറലൈസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കാകുമെന്നുള്ളൊരു വ്യാമോഹം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ സമരം ശക്തിപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇവരുടെ നേതാക്കൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് പിന്തുണ കൂടിക്കൂടി വരികയാണ്. ഇതുതന്നെയാണ്, സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതേ സമയത്ത് തന്നെ സഭയിലും ഈ വിഷയം ഇന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇന്ന് ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരികയാണ്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നത്. കൂടാതെ ഈ സമരത്തിന് ശക്തമായ പിന്തുണയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ട്.